കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിൽ ഒരിക്കൽ കൂടെ ഈ പങ്ക്തിയിൽ നിങ്ങളോട് സംവദിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപയും നമ്മോടുകൂടെ എന്നും ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് വളരെ അടിയന്തര പ്രാധാന്യമുള്ളതും ഈ അടുത്ത നാളുകളിൽ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയതും ഇവിടുത്തെ സാധാരണ ജനങ്ങളും പൗരന്മാരും ഒക്കെ ശ്രദ്ധിക്കുകയും ചെയ്ത ഒരു പ്രത്യേക വിഷയമായിരുന്നു. മഹാത്മാഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും സമാഗമം. ശിവഗിരിയിൽ വെച്ച് അവർ നടത്തിയ സമാഗമന സമ്മേളനം ചരിത്രപ്രസിദ്ധമായി ഒരു വലിയ സമ്മേളനമായി മാറുവാനിടയായി. ചരിത്രപരമായ ആ ചിന്തകളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട്, ആ സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ മത സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഒട്ടനവധി സമ്മേളനങ്ങളും സെമിനാറുകളും ഒക്കെ നടക്കുവാനിടയായി. അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ചെറിയ ചിന്ത ഇന്ന് നിങ്ങളോട് സംവദിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ സഞ്ചരിക്കുമ്പോൾ കറുത്ത വർഗത്തിൽപ്പെട്ടയാളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കറുത്തവൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ട്രെയിനിൽ നിന്നും അവിടുത്തെ ആളുകൾ ഇറക്കി വിടുവാനിടയായി. അന്നു മുതൽ ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ വർണ്ണ വിവേചനത്തിനെതിരെയുള്ള പോരാട്ടം ഇന്ത്യയിൽ ശക്തമായി നിലനിൽക്കുന്ന കാലഘട്ടത്തിലാകുന്നു ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിജിയും ശിവഗിരിയിൽ വെച്ച് കണ്ടുമുട്ടുവാനിടയായത്. അവരുടെ ആദ്യ സമാഗമത്തിൽ തന്നെ രണ്ടുപേരും വളരെ കൃത്യമായി ആശയങ്ങൾ കൈമാറുകയും ഒരാശയധാരയിൽ എത്തിച്ചേരുവാനും ഇടയായിത്തീർന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. അതിനിടയിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ചിന്തകന്മാരുമൊക്കെ ആരാണ് വിശ്വഗുരു, ആരാണ് വിശ്വപൗരൻ എന്നുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് തർക്കങ്ങൾ നടത്തുവാനിടയായി. ഐക്യരാഷ്ട്രസഭയിലെ മുൻ ജോലിക്കാരനായിരുന്ന ശശി തരൂരിനെക്കുറിച്ച് വിശ്വപൗരൻ എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു സംഗതിയാണെന്ന് നമ്മുടെ അമ്പലപ്പുഴ മുൻ MLA-യും ആലപ്പുഴയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായ G. സുധാകരൻ പറയുവാനിടയായി. അദ്ദേഹം വിശ്വപൗരനല്ല, അദ്ദേഹം ഒരു ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു ജോലിക്കാരൻ മാത്രമായിരുന്നു എന്ന് അദ്ദേഹം പറയുവാനിടയായി. അതേസമയം അവിടെ നിന്ന് കുറേക്കൂടെ ഉയരങ്ങളിലാകുന്നു മഹാത്മാഗാന്ധിജിയുടെ സ്ഥാനം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം 33 കോടി ദേവന്മാരും 3000-ലധികം ജാതികളും അതിൽ പരം ഉപജാതികളും അതിൽ പരം ഭാഷകളുമൊക്കെയുള്ള വൈവിധ്യമാർന്ന ഇന്ത്യ. ഈ വൈവിധ്യമാർന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുരുക്കന്മാർ ധാരാളമുണ്ട്, ദാർശനികന്മാർ ധാരാളമുണ്ട്. അവരിലൊക്കെ ലോകമറിയുന്ന, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലോകമറിയുന്ന ഒട്ടനവധി ചിന്തകന്മാരും ഒക്കെ ഉള്ള നാടാകുന്നു ഭാരതം എന്ന് പറയുന്നത്. വിശ്വപൗരൻ എന്നുള്ള നിലയിൽ അറിയപ്പെടണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ചില സംഘടനകളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഉണ്ടായെങ്കിൽ മാത്രമേ ഒരാളെ വിശ്വപൗരനായി അംഗീകരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഇന്ത്യ കണ്ട വിശ്വപൗരന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാകുന്നു ശ്രീനാരായണ ഗുരു. മറ്റൊരാൾ മഹാത്മാഗാന്ധിജി ആയിരുന്നു, മറ്റൊരാൾ ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു. ഇവരെ 3 പേരെയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങളിൽ പൂവിട്ട് ആരാധിക്കുന്ന ആളുകൾ ഒട്ടനവധിയുണ്ട്, ആയിരക്കണക്കിനുണ്ട് എന്ന് പറയുവാൻ കഴിയും.
ഇവരെയൊക്കെ വിശ്വ ഗുരുക്കന്മാരെന്നും വിശ്വ പൗരന്മാരെന്നുമൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ വിശേഷിപ്പിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധിജി എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ കേരളം സന്ദർശിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കാണുവാനിടയായി തീർന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം മനസ്സിലാക്കിയിട്ടും അതിൽ ആകൃഷ്ടനായുമാകുന്നു അദ്ദേഹം ഇവിടെ വന്നതെന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമായി മദ്യനിരോധനം, അയിത്തോച്ചാടനം, സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീ സുരക്ഷ, വ്യക്തി ശുചിത്വം, ഖാദി ഗ്രാമവ്യവസായങ്ങളുടെ പ്രോത്സാഹനം, സാമൂഹ്യനീതി, തൊഴിലുറപ്പ് എന്നീ വിഷയങ്ങളായിരുന്നു മഹാനായ ശ്രീനാരായണ ഗുരുവുമായി സംവദിച്ചത് എന്ന് പത്രദ്വാര ഈ അടുത്ത നാളുകളിൽ നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഇന്ന് വരെ ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നടക്കാതെ പോയതെന്ന് വിലയിരുത്തുവാനല്ല ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മേൽപ്പറയപ്പെട്ട മൂന്നാളുകളിൽ വ്യത്യസ്തനായ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനാണ് ഈ പങ്ക്തിയിലൂടെ ആഗ്രഹിക്കുന്നത്. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിജിയും ഡോക്ടർ B.R. അംബേദ്കറുമൊക്കെ വിശ്വഗുരുക്കന്മാരുടെ പട്ടികയിൽ ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു മനുഷ്യൻ കാലത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തുവായിരുന്നു. അദ്ദേഹം ലോകമുള്ള എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യവാസം എവിടെയുണ്ടോ അവിടെയെല്ലാം അറിയപ്പെടുന്ന ലോകം കണ്ട ഏക വ്യക്തിത്വം യേശുക്രിസ്തുവായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാലത്തിലേക്ക് കടന്നു വന്ന, കാലത്തിൻ്റെ കതിരവനെന്നറിയപ്പെട്ട, കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് കാലത്തിലേക്ക് കടന്നു വന്ന, കാലത്തിൻ്റെ കതിരവനെന്ന് പേരെടുത്ത കർത്താവായ യേശുക്രിസ്തുവാകുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിശ്വഗുരു എന്ന് പറയുന്നതിൽ തർക്കമൊന്നുമില്ല. വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസരും രാജാറാം മോഹൻ റോയും തുടങ്ങിയ ചിന്തകന്മാരും അതുവരെ മുൻപോട്ട് വച്ച മതമീമാംസകളും സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും H.G. വെൽസും ഫുക്കുയാമയും ഒക്കെ മുൻപോട്ട് വച്ച താത്വിക ചിന്തകളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യനെ ഒന്നായി കാണുവാൻ കഴിയുന്ന, മാനുഷിക ഘടനയെ ഒന്നായി കാണുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിത്വം യേശുക്രിസ്തുവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ആണെന്ന് പറയാതിരിക്കുവാൻ കഴിയുകയില്ല. എല്ലാ മനുഷ്യരും ചോരയ്ക്ക് പകരം ചോരയും, ചോര കൊണ്ട് സമാധാനവും മറുപടിയും പറയുമ്പോൾ സ്വന്തം ചോര ചീന്തി മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും വിടുവിക്കുവാൻ ഇവിടേക്ക് വന്ന ലോകത്തിൻ്റെ ഏക ഗുരു അല്ലെങ്കിൽ വിശ്വഗുരു എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ അറിയാൻ സാഹചര്യം സൃഷ്ടിച്ച ഒരേ ഒരു വ്യക്തിത്വം കർത്താവായ യേശുക്രിസ്തു ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തു കാലത്തിലേക്ക് കടന്നു വന്ന് കാലത്തിൻ്റെ കതിരവെന്ന പട്ടം സ്വീകരിച്ച് കാലചക്രത്തെ AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് കാലത്തിൽ പിറന്നു വീണ കാലാതീതനായ ദൈവത്തിൻ്റെ ഓമന പുത്രനായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിൻ്റെ ചിന്തകളും ഈ യേശുക്രിസ്തുവിൻ്റെ ആശയങ്ങളും എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സമാധാനമുണ്ട്. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുവാൻ, മേൽപ്പറയപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിശ്ചയിക്കാൻ കഴിയുന്ന അനുഗ്രഹീതമായ സത്താവിശേഷമായിരുന്നു യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഗമിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ ഇന്ന് ഭൂമുഖത്ത് അവശേഷിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാകുന്നു. ലോകം അവസാനിക്കുവാൻ ഇനി അധികം സമയമുണ്ട് എന്ന് നമ്മൾ ധരിക്കേണ്ട. ഫുക്കുയാമ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്, ഈ ലോകം അവസാനിക്കുമ്പോൾ ലോകത്തുള്ള സകല മനുഷ്യർക്കും ഒരുപോലെ എല്ലാ വസ്തുതകളും സൗകര്യമായി ജീവിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിക്കൊടുക്കുന്ന ഒരു ഭരണകർത്താവ് രംഗത്ത് വരുമെന്നാകുന്നു ഫുക്കുയാമ പറയുവാനിടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ അത്തരമൊരു നേതാവ്, അത്തരമൊരു ജേതാവ്, അത്തരമൊരു രാജാവ് ഈ ലോകം ഭരിക്കുവാൻ ഇടയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു. ആഹാരവും വസ്ത്രവും പാർപ്പിടവുമാകുന്നു ഐക്യരാഷ്ട്ര സംഘടന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായി കരുതുമ്പോൾ അത്തരം മുഴുവൻ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ്, ഒരേ ഒരു രാജാവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാകുന്നു.
ഈ യേശുക്രിസ്തുവിനെക്കുറിച്ച് യെശയ്യാ പറയുന്നത്, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ അധികാരത്തോടു കൂടെ ന്യായം നടത്തും. അത്തരം സുന്ദരമായ ഒരു രാജ്യ അന്തരീക്ഷത്തിലേക്ക്, അത്തരം സുന്ദരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ ലോകത്തെ നയിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തിത്വം യേശുക്രിസ്തുവാകുന്നു. ആ യേശുക്രിസ്തുവാകുന്നു വിശ്വപൗരനും വിശ്വഗുരുവും എന്ന് മാത്രം ഈ ചിന്തകളിലൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എൻ്റെ മെസ്സേജ് കേട്ട എൻ്റെ പ്രിയപ്പെട്ടവർ ഈ മെസ്സേജ് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.